26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. മഹാരാഷ്ട്രയിൽ കനത്ത മഴ 3000 LPG സിലിണ്ടറുകൾ പുഴയിലേക്ക് ഒഴുകിപ്പോയി. ഒഴുകിപ്പോയവയിൽ ഗ്യാസ് നിറച്ചവയും കാലിയായവയും ഉണ്ടെന്ന് അധികൃതർ. സാധാരണ കനത്ത മഴ പെയ്യുമ്പോൾ പുഴയിലൂടെ മരങ്ങളും മരക്കഷ്ണങ്ങളും മീനുകളും പലതരം വേസ്റ്റുകളും ഒഴുകിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേയധികം ദിവസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനത്തു പെയ്യുകയാണ്. ഇതിനിടെ മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. അതെ, പുഴയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചുവന്ന ഗ്യാസ് കുറ്റികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോ. റായ്ഗഡിലെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് 3000-ഓളം വരുന്ന സിലിണ്ടറുകൾ പുഴയിലേക്ക് ഒഴുകിയെത്തിയത്. ശക്തമായ മഴയായതിനാൽ തന്നെ പ്ലാന്റിന്റെ സംരക്ഷണ ഭിത്തി തകർന്നാണ് ഇത്രയും സിലിണ്ടറുകൾ നദിയിലേക്ക് ഒഴുകിയെത്തിയത്. ഒഴുകിപ്പോയവയിൽ ഗ്യാസ് നിറച്ച സിലിണ്ടറുകളും ഒഴിഞ്ഞവയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പുഴയിലൂടെ കൂട്ടത്തോടെ സിലിണ്ടറുകൾ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പ്രദേശവാസികളാണ് ക്യാമറയിൽ പകർത്തിയത്. ഒഴുകിപ്പോയവയിൽ ഏതൊക്കെ സിലിണ്ടറുകളിലാണ് ഗ്യാസ് ഉള്ളതെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്തത് വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇതിനിടയിൽ പുഴയിലൂടെ ഒഴുകി വന്ന സിലിണ്ടറുകൾ ചില പ്രദേശവാസികൾ സ്വന്തം നിലയ്ക്ക് ശേഖരിക്കാൻ ശ്രമിച്ചതായും പറയുന്നുണ്ട്. ഇതോടെ കർശനമായ നിർദ്ദേശങ്ങളാണ് ജില്ലാ കളക്ടർ നൽകുന്നത്. പുഴയിലോ പരിസരങ്ങളിലോ കാണുന്ന സിലിണ്ടറുകൾ പൊതുജനങ്ങൾ ആരും തന്നെ തൊടാനോ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഉപയോഗിക്കാൻ ശ്രമിക്കാനോ പാടില്ലെന്നും കളക്ടർ പറയുന്നു. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. അഥവാ ആർക്കെങ്കിലും സിലിണ്ടറുകൾ ലഭിക്കുകയാണെങ്കിൽ അതുടൻ തന്നെ HPCL പ്ലാന്റിലോ അടുത്തുള്ള ഗ്യാസ് ഏജൻസികളോ തഹസിൽദാർ ഓഫീസിലോ ഏൽപ്പിക്കണമെന്നും കളക്ടർ പറയുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ഈ സിലിണ്ടറുകൾ വീടുകൾ സൂക്ഷിക്കരുതെന്നും എത്രയും വേഗം ഇവ തിരികെ ഏൽപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അധികൃതർ. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നും എത്ര സിലിണ്ടറുകൾ തിരികെ ലഭിക്കുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാചകവാതകത്തിന് ക്ഷാമം നേരിടുന്ന കാലത്ത് ഇങ്ങനെയൊരു കാഴ്ച കണ്ട നാട്ടുകാർ സിലിണ്ടറുകൾ വാരിക്കൂട്ടാൻ പുഴയുടെ തീരങ്ങളിൽ തടിച്ചുകൂടുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈ, താനെ അടക്കമുള്ള നഗരപ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.